താമരശ്ശേരിയിൽ വിദ്യാർത്ഥിയെ അടിച്ചുകൊന്ന കേസിൽ പ്രതികളുടെ വീടുകളിൽ പോലീസിന്റെ പരിശോധന. അക്രമത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും കൂടുതൽ ഡിജിറ്റൽ തെളിവുകളും കണ്ടെത്താനാണ് റെയ്ഡ്. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, നമ്മളെല്ലാം ഏറെ ദുഃഖത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു താമരശ്ശേരിയിൽ ആ ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ മരണം. അതിൽ ഇനി അന്വേഷണം ഊർജിതമാക്കുകയാണോ പോലീസ്? ഏതെല്ലാം രീതിയിലാണ് ഇപ്പോഴത്തെ നടപടികൾ? സ്വാതി, തീർച്ചയായും ഇതിൽ കൂടുതൽ പരിശോധന വേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ലഭിച്ച CCTV ദൃശ്യങ്ങളുടെയും അവിടുത്തെ സാക്ഷിമൊഴികളുടെയും സംഘർഷബാധിത സ്ഥലത്തുണ്ടായ പ്രാഥമികമായ സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ഈ 5 വിദ്യാർത്ഥികളെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തത്. എന്നാൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഈ അക്രമ സംഭവത്തിൽ സംഘർഷത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസും ഈ ഷഹബാസിന്റെ ബന്ധുക്കളും ഒക്കെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പരിശോധന നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഷഹബാസിന്റെ കൂടുതൽ സഹപാഠികളായ ആളുകളോട് കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും പോലീസ് അന്വേഷണം എന്നൊക്കെയുള്ള കുട്ടികൾക്കുണ്ടാകുന്ന സ്വാഭാവിക ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ സഹപാഠികളൊന്നും തന്നെ കൂടുതൽ വിവരങ്ങൾ പോലീസിനോട് പറയാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ 2 ദിവസത്തിനുള്ളിൽ കുട്ടികൾ അത് പറയാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കിയ ആയിരിക്കും ഇനി കൂടുതൽ ആളുകളെ പ്രതി ചേർക്കുന്ന സാഹചര്യം വരെ ഉണ്ടായേക്കാം. അത്തരത്തിലുള്ള പരിശോധന കൂടി പോലീസ് നടത്തുന്നുണ്ട്. മാത്രവുമല്ല, രക്ഷിതാക്കളും കുടുംബവും ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ ഒരു ആശങ്കയുണ്ട്, കൂടുതൽ ആളുകൾ ഇതിലുണ്ട് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കൂടുതൽ കുട്ടികളും അതുപോലെ രക്ഷിതാക്കളും ഉൾപ്പെടെ ഇത്തരത്തിൽ ഉണ്ട് എന്ന ആക്ഷേപം കുടുംബം ഉന്നയിച്ചിരുന്നു. അതുകൂടെ ഗൗരവത്തിലെടുത്തുകൊണ്ടാണ് കൂടുതൽ പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്രതികളായ കുട്ടികളുടെ വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. കൂടുതൽ ആയുധങ്ങൾ ഈ ആക്രമണത്തിന് ഉപയോഗിച്ച നെഞ്ചക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ഡിജിറ്റൽ തെളിവുകൾ എന്തെങ്കിലും വീടുകളിൽ ഉണ്ടോ, ഇതിന് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ മറ്റാരുടെയെങ്കിലും മൊബൈലിൽ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ടോ, അത്തരം സൂക്ഷ്മമായ പരിശോധനയാണ് പോലീസ് സംഘം നടത്തുന്നത്. 5 കുട്ടികളുടെ ഈ പ്രതികളായ 5 പേരുടെയും വീടുകളിൽ ഒരേ സമയമാണ് റെയ്ഡ് നടക്കുന്നത്. എന്തായാലും സൂക്ഷ്മമായ തെളിവുകൾ കണ്ടെത്തുക എന്ന് തന്നെയാണ് പ്രാഥമികമായി പോലീസ് കരുതുന്നത്. വളരെ ഗൗരവത്തോടു കൂടി തന്നെ, വലിയ വിവാദമായ ഒരു സംഭവം എന്ന നിലയിൽ തന്നെ ഗൗരവത്തോടു കൂടിയാണ് ഏജൻസികൾ ഈ പരിശോധന നടത്തുന്നത് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. എന്തായാലും ഗൗരവത്തോടെ തന്നെ സർക്കാരും ഏജൻസികളും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ, ഈ വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ട ഈ കൊലപാതകത്തെ എടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതിന്റെ പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 5 വിദ്യാർത്ഥികളുടെയും വീടുകളിൽ പോലീസ് ഒരേ സമയം എത്തി ഡിജിറ്റൽ തെളിവുകളും കൂടുതൽ ആയുധങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നോ എന്ന തരത്തിലുള്ള പരിശോധനകളുമാണ് നടത്തുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആളുകളെ മൊഴിയെടുത്തുകൊണ്ട് ഒരുപക്ഷെ കൂടുതൽ പ്രതികളെയും കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട്. സ്വാതി. ശരി രതീഷ്, താമരശ്ശേരിയിൽ വിദ്യാർത്ഥിയെ അടിച്ചുകൊന്ന കേസിൽ പ്രതികളുടെ വീടുകളിൽ പോലീസിന്റെ പരിശോധന നടക്കുകയാണ്. അക്രമത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും കൂടുതൽ ഡിജിറ്റൽ തെളിവുകളും കണ്ടെത്താനാണ് റെയ്ഡ്. അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ ഈ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ്.